ഒന്ന് രണ്ടാളുകളൊക്കെ മുങ്ങി, അതുപോലെ എനിക്ക് മുങ്ങാമായി. ഏതായിരുന്നാലും ഈ സമ്മേളനത്തിൽ പ്രഗത്ഭരായ നിരവധി ആളുകളുടെ പ്രസംഗങ്ങൾ ഇനിയും നടക്കാനിരിക്കുകയാണ്. സമ്മേളനം കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഹമീദ് മാസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. മുസ്ലിം ലീഗിന്റെ ഈ സന്തോഷം ഒന്ന് മുകളിലിരുന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇരുന്നു പോയതാണ്. നമുക്ക് ശത്രുക്കൾ വേണം, ശത്രു ഉണ്ടായേ പറ്റൂ. എന്റെ മുത്ത് ശിഹാബ് തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് പൊന്നാനി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പാണക്കാട് വന്നപ്പോ ശിഹാബ് തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തങ്ങൾ ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്? വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്താ അവിടുത്തെ വിശേഷം? ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിലെ വിശേഷമാണെന്ന് കരുതിയിട്ട് ഞാൻ തങ്ങളോട് പറഞ്ഞു, കുട്ടികൾക്കൊക്കെ സുഖമാണ്. താങ്കൾ പറഞ്ഞ മറുപടി അതല്ല, പൊന്നാനിയിലെ വർത്താനം എന്താണെന്നാ ചോദിച്ചത്. പൊന്നാനിയിലെ വർത്താനം എന്താണ്? ഞാൻ പറഞ്ഞു, അവിടെ മഴനി ഇറങ്ങിയിട്ടുണ്ട് തങ്ങൾ പാപ്പ. ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മഴനി ഇറങ്ങണല്ലോ, മഴനി ഇറങ്ങണം, അപ്പോഴേ നമ്മളെ കുട്ടികൾക്ക് ഉഷാറ് കൂടുള്ളൂ എന്നാവുന്നത്. ശത്രു നമുക്കൊരു അലങ്കാരമാണ്. എതിരാളികളുടെ എണ്ണങ്ങനെ കൂട്ടിക്കോളി, അത്ര കണ്ട് ലീഗ് ഇങ്ങനെ പട്ടം പോലെ വളർന്ന് വളർന്ന് ഉയർന്നു പോകുക. നിങ്ങൾ ഊതുന്നതിനനുസരിച്ച് കാറ്റിങ്ങനെ വരും, ലീഗ് ഇങ്ങനെ പട്ടം പോലെ ഉയർന്നു പോകുക. എന്തൊക്കെ നോക്കി ഏതൊക്കെ കോലത്തിൽ വന്നു, അതൊക്കെ അസ്തമിച്ചിട്ടിപ്പോ പഴകിപ്പൊളിച്ച വർഗീയത, സാമുദായികത, തീവ്രവാദം. ആരാ? പിണറായിയുടെ പാർട്ടി. ആലോചിച്ച് നോക്കണം. ഞങ്ങളെ എതിർക്കാനാണോ എല്ലാവരും ഒറ്റക്കെട്ടാണ്? ഉമാ ഉണ്ണി, രാമൻപിള്ള, മഅദനി, പിണറായി, അങ്ങനെയുള്ള എല്ലാ ശത്രുക്കളും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മതവിഭാഗം മേധാവി ഇസ്ലാമിയൊക്കെ ഉണ്ടല്ലോ, അവരമീറന്മാരെല്ലാരും കുറച്ച് ദിവസമായി ഞങ്ങളെപ്പറ്റി ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജയിക്കാൻ പാടില്ല, ജയിക്കാൻ സമ്മതിക്കൂല. 10-20 ആള് ജയിച്ചു വന്നാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ട് വലിയ കാര്യമൊന്നുമല്ല നിയമസഭയിലേക്ക് ആണുങ്ങളെ പോലെ തെരഞ്ഞെടുപ്പിന് നിന്നിട്ട് ഒരു പെട്ടിയെ കണ്ട് വെച്ച് തന്നിട്ട് ചെയ്തൂടാ വോട്ട് എന്ന് പറഞ്ഞിട്ട് എണ്ണിയപ്പോ 45,000 ലീഡ് കിട്ടിയ ആൺകുട്ടികളാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. ഞങ്ങൾ ഈ ഭൂരിപക്ഷം കിട്ടിയിട്ട് ഞങ്ങൾ നിയമസഭയ്ക്കല്ലാതെ പിന്നെ എങ്ങോട്ടോടെ പോവുക? ഞങ്ങൾ നിയമസഭയ്ക്ക് തന്നെ വരിക. ഞങ്ങളങ്ങനെ വന്നാൽ സമ്മതിക്കൂല. പിന്നെ ഞങ്ങൾക്ക് മന്ത്രിമാരെത്ര വേണം? ആര് മന്ത്രിയാകണം? ഇവരാ തീരുമാനിക്കുക. അബ്ദുറബ്ബ് മന്ത്രിയായത് ശരിയായില്ല. അബ്ദുറബ്ബ് ആരാ? അബ്ദുറബ്ബ് നിങ്ങളാരാ? അമ്മോശനോ? അബ്ദുറബ്ബ് ഞങ്ങളെ നേതാവാ, ഞങ്ങൾ ജയിപ്പിച്ചതാ. ഞങ്ങൾ എങ്ങനെ പോണം? ജമാഅത്തെ ഇസ്ലാമി പറയും, മാർക്സിസ്റ്റ് പറയും. നിങ്ങളാരാ? നിങ്ങൾ പറയുന്നത് പോലൊക്കെ കേൾക്കാൻ ഞങ്ങൾ നിങ്ങളെ അമ്മായിയൊന്നുമല്ല. ഈ രാജ്യത്ത് എങ്ങനെ പോകണമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലീഗായിട്ട് വളരുക, ലീഗലായിട്ട് പോകാൻ അറിയാ, നിയമം പഠിച്ചിട്ടുണ്ട്. മോശക്കാരൊന്നല്ല. അങ്ങനെ മന്ത്രിമാര് വരുമ്പോ ഇവര് പറയാ, രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാത്തവരും അഭിപ്രായം പറയാം. ചിലർ പറയുന്നു സന്തുലിതാവസ്ഥ തകരും. വേറൊരാള് പറയാണ് 5-ാം മന്ത്രി കിട്ടിയതുകൊണ്ടൊന്നും സമുദായത്തിനൊന്നും മെച്ചമില്ല, 1-ാം മന്ത്രി കിട്ടിയതന്നെ മുമ്പിൽ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ വെറുതൊന്നല്ല, ഞങ്ങൾ അവിഹിതമായി ഒന്നും ചോദിച്ചിട്ടില്ല. ഈ UDFന്റെ ചെമ്പില് 20 ചാക്ക് അരി ഞങ്ങളെ വകയാണ്. 20 ചാക്ക് അരി. അത് 2 കിലോ കൊണ്ടിട്ടവരുണ്ട്, ഫിത്ർ സക്കാത്തിന്റെ 1.5 കിലോനുണ്ട്. വിളമ്പുന്ന നേരത്ത് ഞങ്ങൾ പറഞ്ഞതാ തുടക്കത്തിൽ തന്നെ, ഒരാളും കൂടി അധികമുണ്ട്. 4 പ്ലേറ്റ് തന്നപ്പോ ഹൈദരലി തങ്ങൾ പറഞ്ഞു, ശരിക്കും കുഞ്ഞാപ്പ നോക്കി വാങ്ങണം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പ്ലേറ്റിൽ വളമ്പേണ്ട, തട്ടുചോറ് എന്നാ മതി എന്നാ പറഞ്ഞത്. തട്ടുചോറ് തിന്നു. തട്ടുചോറ് തിന്ന് കുഞ്ഞാപ്പ 2 കോരി മുനീറിന്, 2 കോരി അബ്ദുൾ റബ്ബിന്, 2 കോരി ഇബ്രാഹിമിന്, 4 കോരി കുഞ്ഞാപ്പട്ട്. പലരും വിചാരിച്ച എന്താണെന്നറിയോ? അച്യുതാനന്ദൻ പറഞ്ഞ് തുത്തു കിട്ടുന്നതൊക്കെ വാരിക്കൂട്ടിയിരിക്കുന്നു. അതിനല്ല, ഇതിനാ 4 കോരി ഇട്ടതാ. പിന്നില് അലി വരണുണ്ട്, അതിനാണത്. കുഞ്ഞാപ്പത് വെച്ചു. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചതെന്താ? ഇപ്പൊ ഞങ്ങള് ഒരു വിരുന്നുകാരനായി അനൂപ് ജേക്കബ് കൂടി കടന്നു വന്നപ്പോ, എന്നാ നമ്മൾ തിന്നല്ലേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പ്ലേറ്റേ ചോദിച്ചിട്ടുള്ളൂ, ചോറ് ചോദിച്ചിട്ടില്ലല്ലോ.
അതൊരു കടലാസിന്റെ പ്ലേറ്റാണ്. സ്റ്റീലിന്റെ പ്ലേറ്റ് രാജ്യസഭ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തത്. അത് ആരും വിവരാഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ജയിക്കാൻ പാടില്ല. മന്ത്രിമാരെ അതൊരു പുതിയ സോക്കടൊന്നല്ല. ഇ അഹമ്മദ് മന്ത്രിയായപ്പോ ഇവർ പറഞ്ഞതെന്താ? ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണ് കുത്താണ് കുത്താണ്. ആ പറഞ്ഞ ആൾക്ക് പോളിറ്റി ബ്യൂറോന്ന് കുത്തു കിട്ടിയിട്ട് ഉയ്യാൻ വേണ്ടി തിരുവനന്തപുരത്താണ് പോയത്. എല്ലാ പ്രമാണിമാർക്കും തർത്തീപനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലീഗിനേറ്റ് കഴിക്കുക. ഞങ്ങൾക്കൊന്നും പാടില്ല. ജാതി മതം പറയാ. മൻമോഹൻ സിംഗിന്റെ ജാതീയതാണ് ഇപ്പോഴാണ് ജനങ്ങൾ അറിയണത്. ഗ്യാനി സെയിൻ സിംഗിന്റെ മതമായിരുന്നു മൻമോഹൻ സിംഗിന് ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെയുണ്ടോ? മുസ്ലിം മന്ത്രി, സിഖ് മന്ത്രി, അങ്ങനെയുണ്ടോ? ഒരു ടീമല്ലേ നമ്മൾ. ഇപ്പൊ ഷറഫ് അലിന്റെ ഈ ടീമിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം പോകുമ്പോ ഷറഫ് അലിന്റെ IM വിജയനുണ്ട്. അങ്ങനെയുള്ള ഒരു ടീമായിട്ട് പോകുമ്പോ ഷറഫ് അലി ചെയ്തിട്ട് കൊടുക്കുമ്പോ IM വിജയനെ കണ്ട ഇത് പട്ടികജാതിയല്ലേ? അങ്ങനെയൊക്കെ നിന്ന ഇന്ത്യക്ക് ജന്മത്തിൽ ഗോളടിക്കാൻ പറ്റും. ഞങ്ങൾ മാന്യമായി പോവുക. ജയിച്ചാൽ അംഗീകരിക്കുക. എല്ലാ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അവിടെ കണ്ടോളാം. ഇപ്പൊ നെയ്യാറ്റിക്കര കണ്ടോളാം. പിറവം നെയ്യോളം പറഞ്ഞ് പിറവത്ത് കാണാം. പിറവത്തിന്റെ വോട്ട് ഇങ്ങനെ എണ്ണുമ്പോ ചാനലായ ചാനൽ മുഴുവൻ പറയാം 10,000-ഓടടുത്തു. അനൂപ് ജേക്കബ് ഉജ്ജ്വല വിജയോ, ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് അംഗീകാരോ, ഇടതുപക്ഷം പൊട്ടിപ്പാളിസായി. എല്ലാ ചാനലും മനോഹരമായി പറയുമ്പോൾ ഞാൻ കൈരളി ചാനൽക്കൊന്ന് മാറ്റിട്ട് നോക്കി. കൈരളി ചാനലിൽ അപ്പൊ പാചകറാണി അച്ചാറുണ്ടാക്കുകയാണ്. ജയിച്ചു എന്ന് പറയാ, സമ്മതിക്കൂല. ജാതല്ല. എന്റെ മുത്ത് ശിഹാബ് തങ്ങളെ പറ്റി KT പറഞ്ഞ വർത്താനുണ്ട്. എന്താ പറഞ്ഞറിയോ? ഹൈദരലി തങ്ങൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെല്ലാം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നല്ല ആളായിരുന്നു എന്നാ ജലീൽ പറഞ്ഞു. ആ നല്ല ആളാണ് എന്റെ ചെവി പിടിച്ചിട്ട് പുറത്തേക്കിട്ടത്. ഓർമ്മ ഉണ്ടാവും. മാത്രല്ല ഞങ്ങൾക്ക് രണ്ടും ഖലീഫാര, രണ്ടും ഞങ്ങൾ അമീറ. ഒന്ന് സുദ്ദീഖാണെങ്കിൽ ഒന്ന് ഉമറാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. വേറെ വ്യത്യാസമില്ല. ഞങ്ങൾക്കറിയാം ഈ രാജ്യത്ത് എങ്ങനെ പോകണമെന്ന്. ഇ അഹമ്മദ് മന്ത്രിയായാൽ കുഴപ്പം അല്ലേ? ഞങ്ങൾക്ക് വിവരമില്ല. പാസ്പോർട്ട് ഓഫീസറെ നിയമിച്ച അച്യുതാനന്ദൻ പറയും മുപ്പടിക്ക് വിവരമില്ല. വൈസ് ചാൻസലറെ വെച്ചാൽ പറയും മുപ്പടിക്കും വിവരമില്ല. ഈ പറയുന്ന പ്രമാണിയുടെ വിവരം എന്താ? 4 ക്ലാസും ഗുസ്തിയും ടൈലറിങ്ങും വേറൊരു പരിപാടിയില്ല അല്ലേ? വേറൊരു പരിപാടിയിൽ എല്ലാവരും രാജിവെപ്പിക്കാൻ നടക്കുക. എത്ര കാലായി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേരമില്ല. ഇപ്പൊ കണ്ട യൂണിവേഴ്സിറ്റിയിൽ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ തുടങ്ങി. അങ്ങോട്ടൊന്നും പോയില്ല. യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് നമ്മളോടുള്ള ദേഷ്യം എന്താണെന്നറിയോ? നമ്മളെ വൈസ് ചാൻസലർ അവിടെ തൊഴിലുറപ്പേരെ കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റൊക്കെ വെട്ടിയതാണ്. കാരണം ഈ കമ്മ്യൂണിസത്തിന് ഷിയാറായിട്ട് ബാക്കി നിൽക്കണ അപ്പം മാത്രമേ ഉള്ളൂ. അതും കൂടി വെട്ടിയ ഒരു തീരോടിക്കായിരിക്കുമോ? അതാ ഈ പാർട്ടി. ഞാൻ ആലോചിക്കണം. മുസ്ലിം ലീഗ് വളർന്ന് പന്തലിക്കുകയാണ്. ഞാൻ അധികമൊന്നും പറയുന്നില്ല. കുറെ ചാനലിലെ പ്രമാണിമാര് സുനാമി നടക്കുമ്പോൾ എന്റെ കാല് ഭൂമിക്ക് താഴുമ്പോഴും ഞങ്ങളെ നെഞ്ഞത്തേക്കാണ്. ലീഗിനോട് നിങ്ങൾക്കിപ്പോൾ എന്തു തോന്നുന്നു? ഞങ്ങൾ നല്ല മറുപടി പടിയാണെങ്കിൽ രണ്ടട്ടാണി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാൻ ഒരു മൂച്ചിലോട്ട് ഇങ്ങനെ നിൽക്കണം. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഞങ്ങളിതൊക്കെ പഠിച്ചവരാണ്. ഞങ്ങൾ മാന്യന്മാരായതുകൊണ്ടാണ് ഈ നാട്ടിൽ കുഴപ്പം നടക്കാത്തത്. ഇത് കണ്ടില്ലേ? ഞാൻ ഇന്നലെ അസ്തോളിയിൽ CHന്റെ നാട്ടിൽ പ്രസംഗിക്കുമ്പോഴാണ് ഈ കൊലപാതക വിവരം അവിടെ അറിയിക്കുന്നത്. പോലീസുകാർ പൊതുയോഗമൊന്ന് നിർത്താൻ പറഞ്ഞു. നമ്മുടെ ബംഗാളിന്റെ പ്രതിനിധി സാബിർ ഗഫാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ധമായ രാഷ്ട്രീയ കുടിപ്പക, ആ കുടിപ്പകയുടെ വാൾമുനയേറ്റ് ഞെട്ടറ്റ് വീഴാത്ത ആരായി നാട്ടിലുള്ളത്? ആർക്കാ കിട്ടാത്തത്? എല്ലാവർക്കും ഉണ്ട്. CPIക്ക് കിട്ടിയില്ലേ? മാടായി, മാട്ടൂൽ, വളപട്ടണം, സത്യൻ മൊകേരിക്കും കാന്തലോട്ട് കുഞ്ഞമ്പൂവിന് എത്ര പറയാനുണ്ട്? ജനതാദളിന് പറയാനുണ്ട്. NDFന്റെ ഫസൽ ദേശാഭിമാനിയുടെ ഏജന്റ് തേജസിന്റെ ഏജന്റായി മാറിയപ്പോഴുണ്ടായ അത്ഭുതമാണ്. ആരും വിടൂല. എന്നിട്ട് ഇവര് നാട്ടിൽ മാന്യന്മാർ. ഞങ്ങൾക്കെതിരെ ദുരാരോപണങ്ങൾ നിരന്തരമായി ഞങ്ങളെ നേതാക്കൾക്കെതിരെ. എന്ന മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് തകർന്ന് തരിപ്പണമാവാൻ പോവുകയാണ്. കേരളത്തിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ ഇപ്പോ. അപ്പൊ ആ പ്രതിപക്ഷ രംഗത്ത് ഇങ്ങനെ വന്നിട്ട് വലിയ ബഹളം ഉണ്ടാക്കുക. എന്നിട്ട് നിയമസഭയിൽ ഒരു പ്രശ്നത്തിനും ഞങ്ങൾക്ക് ഒരു വികസന കാര്യത്തിനും നേരില്ല. ഒരു സമ്മതിക്കില്ല. അവര് ഉമ്മൻചാണ്ടി കണ്ടോ? ജനങ്ങളെ പരാതി സ്വീകരിച്ചു പോവുക. ഞാൻ തിരിക്കുകയാണ്.
എന്നാൽ ഈ അച്യുതാനന്ദ അങ്ങനെ ഒരു പരിപാടി നടത്തിയിരുന്നോ? എനിക്ക് ജനസമ്പർക്ക പരിപാടി ഇല്ല. ഞങ്ങളെ ഭരണത്തെപ്പറ്റി പഠിക്കുക ഐക്യരാഷ്ട്ര സംഘടന, ഐക്യജനാധിപത്യ മുന്നണിയല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രതിനിധികൾ വരുന്നുണ്ട്. എന്നാൽ ഈ അച്യുതാനന്ദന്റെ ഭരണം പഠിക്കാനെങ്കിലും വന്നിരുന്നോ? എന്റെ ഓർമ്മയിൽ എന്നാൽ ആരോ ഇയാളെ നമ്പൂരി ചോദിച്ചു. എന്തിനാ? ടിപ്പർ ലോറിക്കാരാണ്. നിങ്ങൾ ആ JCB എടുത്ത മണ്ണൊക്കെ എവിടെ കൊട്ടിന്ന് കഴിക്കാനായിട്ട് എന്താന്ന് ചോദിച്ചാൽ ഇവരൊക്കെ നാട്ടിൽ ചെയ്തു കൂട്ടിയത് അതാണ്. മുസ്ലിം ലീഗിനെ എതിർക്കാൻ ആവനാഴിയിലെ അസ്ത്രങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. ഇനി ഒന്നും പറയാനില്ല. അപ്പൊ ലീഗിനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ഞങ്ങളെ പ്രവർത്തകരെ വിശ്വാസത്തിലാക്കുക. ഇവർക്ക് കൂട്ടായിട്ട് മാധ്യമമുണ്ട്, ജമാഅത്തുണ്ട്, സുഡാപ്പിയുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുക. ഇവർ ഞങ്ങളുടെ നേതാക്കന്മാർ മാന്യന്മാരായി രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അതിനൊക്കെ തകർക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപനം കൊണ്ടുവരുമ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പാടുക. ഞങ്ങൾ വീടുണ്ടാക്കുമ്പോ ഇവര് വീടുണ്ടാക്കിയല്ല, പാട്ടുകേടാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ലോ എന്ന് പറഞ്ഞ് നടക്കുക. ഒരു വീടുണ്ടാക്കൂല. ഞങ്ങൾ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടത്തുമ്പവര് ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലുള്ളത് പോത്തിന്റെ രക്തം അങ്ങനെ പറയും. ഞങ്ങൾ കണ്ണുപരിശോധന ക്യാമ്പ് നടത്തുമ്പോ അതേപോലെ ഒരു ക്യാമ്പില്ല, മുന്നിൽ ജാഥയാണ്. എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. കണ്ണട ഇവിടെ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങോ? അതുമില്ല. വെറും ജാഥ വിളിച്ചിട്ട് നാട്ടിന്റെ കാര്യങ്ങൾ മുഴുവൻ നശിപ്പിക്കുക എന്നല്ലാതെ ഇപ്പൊ ആ യൂണിവേഴ്സിറ്റിയിലെ സ്ഥാപനം കൊണ്ടുവരുന്നതിനെ മാറ്റിട്ടുപാട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പന്തയും കാടൊക്കെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയപ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവിടെ പ്രസംഗിക്കുക. എത്ര കിളികൾ ഇവിടെ പാടിക്കളിച്ചിരുന്നു. എവിടെയാണ് ആ കിളികൾ? ആ കിളികൾക്കൊക്കെ വംശനാശം സംഭവിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ തലിമൂടി വരാൻ പറ്റുമോ? എത്ര ട്രെയിനുകൾക്ക് വംശനാശം സംഭവിച്ചു? നാട്ടിൽ ഒരു നന്മക്കൊപ്പില്ല, എല്ലാറ്റിനും എതിർക്കുക. അതുകൊണ്ട് ഈ കശ്മലന്മാരെ കഷകി എറിയാൻ ഈ സമ്മേളനം നിമിത്തമാകട്ടെ. അസ്സലാമു അലൈക്കും.